അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. സ്നേഹാദരണീയരായ ഖുർആൻ പഠിതാക്കളെ, 43-ാം അധ്യായം സൂറത്തു സുഖ്റുഫ് തുടരുകയാണ്. ഇന്ന് 56-ാമത്തെ ആയത്ത് മുതൽ 62 വരെയുള്ള ആയത്തുകളുടെ പാരായണവും അർത്ഥവും നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. ആദ്യമായി അതിൻ്റെ പാരായണം ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فجعلناهم سلفا ومثلا للآخرين. ولما ضرب ابن مريم مثلا إذا قومك منه يصدون. وقالوا أآلهتنا خير أم هو. ما ضربوه لك إلا جدلا. ما ضربوه لك إلا جدلا. بل هم قوم خصمون. إن هو إلا عبد أنعمنا عليه وجعلناه مثلا. وجعلناه مثلا لبني إسرائيل. ولو نشاء لجعلنا منكم ملائكة في الأرض يخلفون. يخلفون. وإنه لعلم للساعة فلا تمترن بها واتبعون. هذا صراط مستقيم. ولا يصدنكم الشيطان إنه لكم عدو مبين. തൊട്ടു മുമ്പിലുള്ള ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് ഫിറഔനിൻ്റെ പ്രമുഖന്മാരായ വ്യക്തികൾക്കും സംഭവിച്ച ഇഹലോക ജീവിതത്തിൽ വെച്ച് തന്നെ സംഭവിച്ച ശിക്ഷയെ സംബന്ധിച്ച അവരെ എല്ലാവരെയും അള്ളാഹു വെള്ളത്തിൽ അഥവാ ചെങ്കടലിൽ മുക്കിക്കൊന്നു. എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയുകയാണ് 56-ാമത്തെ ആയത്തിൽ, ഫജഅൽനാഹും സലഫൻ വമസലൻ ലിൽ ആഖിരീൻ. ഫജഅൽന, അങ്ങനെ നാം ആക്കി, ഹും അവരെ, സലഫൻ മുൻഗാമികൾ, ഒരു മുൻകടന്ന മുൻ മാതൃകയാക്കി, വമസലൻ ഉദാഹരണവുമാക്കി, ലിൽ ആഖിരീൻ
പിന്നീട് വരുന്ന തലമുറകൾക്ക്. ഈ ആയത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് ഈ ഫിർഔനിനെയും ഫിർഔനിൻ്റെ കൂട്ടാളികളെയും ചെങ്കടലിൽ മുക്കിക്കൊന്നതിലൂടെ മുൻ സമൂഹത്തിൽ അവർ ഒരു മാതൃക എന്ന നിലക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും, മുൻഗാമികളിൽ നിന്ന് സംഭവിച്ച ഒരു മാതൃക എന്ന നിലക്ക് ഇവരെ നമ്മളാക്കി. അതുപോലെ തന്നെ വരുന്ന തലമുറകൾക്ക്, പിന്നിൽ വരുന്ന തലമുറക്ക് ഇവരെ നമ്മളൊരു ഉദാഹരണവും അല്ലെങ്കിൽ ഒരു ഉപമയുമാക്കിയെന്ന. അത് അന്നത്തെ തലമുറക്ക് അവർ നേരിട്ട് അനുഭവിച്ചവരാണ്. ഏത് ഫിർഔനിൻ്റെ കാലത്തുള്ള ജനങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമിനെ ധിക്കരിച്ചതിൻ്റെ ഫലമായി, അള്ളാഹുവിൻ്റെ തൗഹീദ് അംഗീകരിക്കാത്തതിൻ്റെ ഫലമായി ചെങ്കടലിൽ അവരെ എല്ലാവരെയും മുക്കിക്കൊന്നത് അവിടുത്തെ ജനം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയവരാണ്. അവരതിന് ദൃക്സാക്ഷികളാണ് പലരും. അല്ലാത്തവരൊക്കെ അവിടെ നിന്ന് കേട്ടറിയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവർക്ക് ഒരു മാതൃകയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കും അള്ളാഹുവിനെ ധിക്കരിച്ചാൽ എന്നതിനുള്ളൊരു തെളിവാണ് അവർക്ക്. അതാണ് ഇവിടെ സലഫൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത്, ഒരു തെളിവ്, ഒരു മാതൃക എന്ന നിലക്ക് ഇവരെ ആക്കി. അതുപോലെ തന്നെ പിൻതലമുറകൾക്ക്, അതിൻ്റെ ശേഷം വരുന്ന തലമുറകൾക്ക് ഫിർഔനിൻ്റെയും അതുപോലെ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെയും ചരിത്ര സംഭവങ്ങൾ ഒരു പാഠമാണ്. അതിനുള്ളൊരു ഉപമ അല്ലെങ്കിൽ ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു പാഠം എന്ന നിലക്കുമാക്കി. ഫിർഔനിൻ്റെ ജനം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ചെങ്കടലിൽ നിന്ന് കേടുപാട് കൂടാതെ ലഭിച്ചിട്ടുണ്ടെന്നും അത് മ്യൂസിയത്തിൽ നിന്നും സൂക്ഷിച്ചു വരുന്നു എന്നുമൊക്കെയാണ് അറിയപ്പെടുന്നത്. ഏതായാലും ഇരിക്കട്ടെ, അള്ളാഹുവിനെയും പ്രവാചകനെയും ധിക്കരിച്ചവർക്ക് ഇതേപോലെയുള്ള അപകടങ്ങൾ ഭൂമിയിലുണ്ടാകും. അത് അവർക്ക് വേണ്ടി മാത്രമല്ല, പിൻതലമുറക്കൊരു പാഠമാകുന്നതിനും കൂടി വേണ്ടിയാണ് എന്നാണ് അള്ളാഹു ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത്. 57-ാമത്തെ ആയത്ത്, വലമ്മാ ളുരിബ ഇബ്നു മറിയമ മസലൻ ഇദാ ഖൗമുക മിൻഹു യസിദ്ദൂൻ. നേരിട്ടുള്ള അർത്ഥം, വലമ്മാ ളുരിബ മസലൻ, ഉദാഹരണമായി പറയപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ ഉദാഹരിക്കപ്പെട്ടപ്പോൾ, ഇബ്നു മറിയമ, മറിയമിൻ്റെ പുത്രൻ, അതായത് ഈസാ അലൈഹിസ്സലാം. അപ്പം മറിയമിൻ്റെ പുത്രനെ ഉദാഹരണമായി കാണിക്കപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ പറയപ്പെട്ടപ്പോൾ, ഇതാ അപ്പോൾ അതാ കൗമുക, നിൻ്റെ ഈ ജനത, മിൻഹു അതിൽ നിന്ന് അല്ലെങ്കിൽ അതിനെപ്പറ്റി, യസിദ്ദൂൻ ആർത്ത് വിളിക്കുന്നു, ആർത്ത് വിളിക്കുകയാണ് ആ ജനത എന്ന്. അപ്പോൾ ലുരിബ മസലൻ, ലറബ മസലൻ എന്നൊക്കെ പറഞ്ഞാൽ ഉദാഹരണം പറഞ്ഞു. ഇവിടെ ലറബ കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഇബ്നു മറിയം ചേർത്തിട്ടാണ് മസൽ ചേർത്തത്. വലമ്മാ ലറബ മസലം ഇബ്നു മറിയമ എന്ന് പറഞ്ഞാലും മതി. ഇവിടെ അള്ളാഹു അലമ്മാ ലുരിബ ഇബ്നു മറിയം മസല, ഇബ്നു മറിയം മുമ്പിൽ കൊണ്ടുവന്നു എന്നേ ഉള്ളൂ, അർത്ഥമൊക്കെ ഒന്ന് തന്നെ. ഈ ആയത്തിൻ്റെ പശ്ചാത്തലം, അംബിയാ സൂറത്ത് അംബിയാ 21-ാം അധ്യായം. 21-ാം അധ്യായം അംബിയാ സൂറത്തിലെ 98-ാമത്തെ ആയത്ത് അള്ളാഹു അവതരിച്ചു. എന്ത്? ആ ആയത്തിറക്കിയപ്പോൾ, അതായത് ഇന്നക്കും വമാ തഅ്ബുദൂന മിൻ ദൂനില്ലാഹി ഹസബു ജഹന്നം, നിങ്ങളും അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരെയൊക്കെ ആരാധിക്കുന്നുണ്ടോ അവയും നരകത്തിൻ്റെ വിറകുകളാണ് എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ, അബ്ദുല്ലാഹിബ്നു സിബഇരി എന്ന ബഹുദൈവ വിശ്വാസി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. ആദ്യം അദ്ദേഹം ചോദിച്ചു, ഈ പറഞ്ഞ കാര്യം, ഏത് കാര്യം? അള്ളാഹുവിന് പുറമെ ആരെയൊക്കെ ആരാധിക്കുന്നുണ്ടോ ആ ആരാധ്യ വസ്തുക്കളും ആരൊക്കെ ആരാധിക്കുന്നുണ്ടോ അവരും നരകത്തിൻ്റെ ഇന്ധനമാണ് എന്നാണല്ലോ പറയുന്നത്. അവരൊക്കെ നരകത്തിൽ കത്തിക്കപ്പെടുന്നാണല്ലോ പറയുന്നത്. എങ്കിൽ ഇപ്പറഞ്ഞ കാര്യം ഈ മക്കയിലുള്ള ഞങ്ങൾക്ക് മാത്രം ബാധകമാണോ, അതല്ല ലോകത്തുള്ള മുഴുവൻ ജനതക്കും ഇത് ബാധകം തന്നെയാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ബല്ലി ജമീഉൽ ഉമ്മം, അതെല്ലാ സമൂഹത്തിനും ബാധകം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഏത് സമൂഹത്തിൽ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നുണ്ടോ ആ ആരാധ്യ വസ്തുക്കളും അവയെ ആരാധിക്കുന്നവരും നരകത്തിൽ തന്നെയാണ്. അത് ഈ ലോകത്തുള്ള മുഴുവൻ സമൂഹത്തിനും ബാധകം തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ആര്? അബ്ദുല്ലാഹിബ്നു സിബഇരി എന്ന് പറഞ്ഞ ബഹുദൈവ വിശ്വാസി പറയുന്നത്, ഹസംതുക വ റബ്ബിൽ കഅബ, കഅബയുടെ രക്ഷിതാവ് തന്നെയാണ് സത്യം, ഞാൻ നിങ്ങളോട് ചില തർക്കം ഉന്നയിക്കുകയാണ്. കഅബയുടെ രക്ഷിതാവ് അള്ളാഹുവാണ് എന്ന കാര്യത്തിൽ മക്ക മുശ്രിക്കുകൾക്ക് വിശ്വാസമുണ്ട്. അള്ളാഹുവിൻ്റെ റുബൂബിയ്യത്തിൽ, സൃഷ്ടികർത്തൃപരമായ ഏകത്വത്തിൽ അവർ വിശ്വാസമുള്ളവരാണ്. അതുപോലെ കഅബ അള്ളാഹുവിൻ്റെ ഭവനമാണ് എന്നതിൽ അവർക്ക് വിശ്വാസമുണ്ട്. ആ മക്ക മുശ്രിക്കുകളായ കഅബ അള്ളാഹുവിൻ്റെ ഭവനമാണെന്ന് വിശ്വസിക്കുന്ന ആ ജനത, അതിൽപ്പെട്ട ഒരു പ്രമുഖനായ ഇദ്ദേഹം സിബഇരി, അബ്ദുല്ലാഹിബ്നു സിബഇരി ചോദിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തർക്കം ഉന്നയിക്കുക. എന്താ തർക്കം? അല്ല മുഹമ്മദേ, നീ പറയുന്നുണ്ടല്ലോ ഈസ ബിനു മറിയം, മറിയമിൻ്റെ പുത്രനായ ഈസ ഒരു പ്രവാചകനാണ് എന്ന് നീ പറയുന്നു.
നീ നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ പ്രവാചകനെ അല്ല ആ പ്രവാചക അതായത് ഈസയെ നീ പുകഴ്ത്തി പറയുന്നു. അതുപോലെ ഈസയുടെ മാതാവിനെയും നീ പുകഴ്ത്തി പറയുന്നു, മറിയമിനെ നീ പുകഴ്ത്തി പറയുന്നു. അപ്പോൾ നിനക്കറിയാമല്ലോ ക്രിസ്ത്യാനികൾ അവരെ രണ്ടുപേരെയും ആരാധിക്കുന്നുണ്ട് എന്ന കാര്യം നിനക്കറിയാമല്ലോ. ആരെ? മറിയമിൻ്റെ പുത്രനായ ഈസാ നബി അലൈഹിസ്സലാമിനെയും അവരുടെ മാതാവായ മറിയമിനെയും അവർ രണ്ടുപേരെയും ഈ ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നുണ്ട് എന്ന കാര്യം നിനക്കറിയാമല്ലോ. അതുപോലെ ജൂതന്മാരാണെങ്കിൽ ഉസൈറിനെ ആരാധിക്കുന്നവരാണ്. ഉസൈർ ഒരു പ്രവാചകനാണെന്ന് നീ അംഗീകരിക്കുന്നു. ഉസൈറിനെ ആരാധിക്കുന്നു എന്നും നിനക്കറിയാമല്ലോ. അതുപോലെ തന്നെ മാലാഖമാർ, മലക്കുകൾ ആരാധിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ സമൂഹം അല്ലേ, മക്ക മുശ്രിക്കുകൾ, അവർ ഇവരെ മലക്കുകളെ ആരാധിക്കുന്നുണ്ട്. അപ്പോൾ മലക്കുകളും ആരാധിക്കപ്പെടുന്നു എന്നും നിനക്കറിയാമല്ലോ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചോദ്യമാണ്, ഈ പറഞ്ഞവരൊക്കെ നരകത്തിലാണോ? ചോദ്യമാണ്. നീ പറഞ്ഞതെന്താ? അള്ളാഹുവിന് പുറമെ ആരെയൊക്കെ ആരാധിക്കുന്നുണ്ടോ അവയൊക്കെ നരകത്തിലാണ്, ആരാധ്യ വസ്തുക്കളൊക്കെ നരകത്തിലാണ്. അപ്പോൾ ഈസാ നബി നരകത്തിലാണ് അല്ലേ? കാരണം ഈസാ നബി ആരാധിക്കപ്പെടുന്നുണ്ട്. മറിയം നരകത്തിലാണ്, കാരണം മറിയമിനെയും പല ജനങ്ങൾ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നുണ്ട്. മലക്കുകൾ നരകത്തിലാണ്, കാരണം ഞങ്ങൾ ഈ മക്കയിലുള്ള ഞങ്ങൾ മലക്കുകൾ അള്ളാഹുവിൻ്റെ പുത്രിമാരാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് അവരെ ആരാധിക്കുന്നുണ്ട്. അപ്പം മലക്കുകളും ഈസയും മറിയമും എല്ലാം നരകത്തിലാണ് എന്നല്ലേ നീ പറയുന്നത്? നീ ആണെങ്കിലും അവയെ പുകഴ്ത്തി പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഇവരൊക്കെ നരകത്തിലാണെങ്കിൽ ഞങ്ങളും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നരകത്തിലായിക്കോളും, ഞങ്ങളതിൽ തൃപ്തിയാണ്, ഞങ്ങൾ സഹിച്ചോളും. ഇന്നും ശിർക്കിൻ്റെ വക്താക്കൾ പറയുന്ന അതേ മറുപടി അല്ലേ? ഞങ്ങളെ മുൻഗാമികളൊക്കെ നരകത്തിലാണെങ്കിൽ പിന്നെ ആ നരകത്തിൽ ഞങ്ങൾ പോയിക്കോട്ടെ എന്ന് ലാഘവത്ത് പറയുകയാണ്. ഇവിടെ അതുമല്ല, അതിനേക്കാളും കടന്ന കൈയാണ്. പ്രവാചകനായ ഈസയും അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ മാതാവായ മറിയമും റളിയല്ലാഹു തആല അൻഹ, അതുപോലെ മലക്കുകളും എല്ലാവരും ആരാധിക്കപ്പെടുന്നു. അവരൊക്കെ നരകത്തിലാണെങ്കിൽ പിന്നെന്താ ഞങ്ങൾക്കും നരകത്ത് പോയിക്കൂടെ എന്നാണ് അവരുടെ ചോദ്യം. ഇത് കേട്ടപ്പോൾ ഈ ചോദ്യത്തിൻ്റെ മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഒരു വല്ലാത്ത ചോദ്യമാണല്ലോ, ആരുടെയും ഉത്തരം മുട്ടിക്കുന്ന ചോദ്യമാണല്ലോ അത്. ഈ ചോദ്യത്തിൻ്റെ മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറുപടി ഉണ്ടായില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗനമായതോടുകൂടെ ഇവരാകെ ബഹളം വെച്ചു. അങ്ങനെയാണല്ലോ, രണ്ടാൾ തമ്മിൽ തർക്കിക്കുകയാണെങ്കിൽ ഇന്നും നമ്മൾ കാണുന്നത് അതാണ്. തർക്കം ഉന്നയിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കക്ഷിക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു വിജയഭേരി മുഴക്കലും കൂക്കി വിളിക്കലും തക്ബീർ ചെല്ലലും അങ്ങനെ ജയിച്ചേന്ന് പ്രഖ്യാപിക്കലും അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മക്ക മുശ്രിക്കുകൾ അവരെല്ലാവരും കൂടെ ബഹളം വെച്ചു. മുഹമ്മദ് തോറ്റുപോയി, പരാജയപ്പെട്ടു പോയി, ഈ ചോദ്യത്തിൻ്റെ മുമ്പിൽ മറുപടിയില്ലാതെയായി എന്ന നിലക്ക് അത്യാഹ്ലാദത്തോടുകൂടെ അവർ പൊട്ടിച്ചിരിച്ചും ബഹളം വെച്ചും അങ്ങനെ ആഘോഷിക്കാൻ തുടങ്ങി. വിജയാഘോഷമാണല്ലോ, ആഘോഷിച്ചു. ആ സമയത്ത് അള്ളാഹു സൂറത്ത് അംബിയായിൽ തന്നെയുള്ള 101 വചനം അവതരിപ്പിച്ചു. അതിങ്ങനെയാണ് ഈ ആയത്ത്: ഇന്നല്ലദീന സബഖത് ലഹും മിന്നൽ ഹുസ്ന ഉലൈക അൻഹാ മുബഅദൂൻ. നമ്മളുടെ നന്മയിൽ, നമ്മളോടുള്ള നന്മയിൽ മുൻകടന്നിട്ടുള്ള ആൾക്കാരൊക്കെ ആ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്നവരാകുന്നു. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ മാതാവ് മറിയം ബീവിയും അതുപോലെ മറ്റു മലക്കുകളുമൊക്കെ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്നവരാണ് എന്നുള്ള ആയത്തിറങ്ങി. അതുപോലെ തന്നെ ഇതിനോട് തുടർന്നുള്ള ആയത്തും ആ സമയത്ത് ഇറങ്ങി എന്നാണ്. തുടർന്ന് വരുന്ന ആയത്തുണ്ട്, അത് നമുക്ക് അവിടെ വെച്ചിട്ട് മനസ്സിലാക്കാം. തുടർന്ന് വരുന്ന ആയത്തുകളും ഈ സന്ദർഭത്തിലാണ് അവതരിച്ചത് എന്ന് പല മുഫസ്സിറുകളും രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഇതിൻ്റെ സന്ദർഭവും അതിൻ്റെ ആശയവും വെച്ച് നോക്കുമ്പോൾ ആ സമയത്താവാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. വല്ലാഹു അലം. തുടർന്ന് 57-ാമത്തെ ആയത്ത്, 57-ാം ആയത്തിൻ്റെ തുടർച്ചയാണ്. വഖാലൂ അആലിഹതുനാ ഖൈറുൻ അം ഹു മാ ളറബൂഹു ലക ഇല്ലാ ജദല ബൽ ഹും ഖൗമുൻ ഖസിമൂൻ. വഖാലൂ, അവർ പറയുകയും ചെയ്തു, അആലിഹതുനാ, ഞങ്ങളുടെ ആരാധ്യരാണോ, ഖൈറുൻ, ഉത്തമമായത്, അം ഹുവ, അതല്ലെങ്കിൽ അദ്ദേഹമാണോ, അവനാണോ. അപ്പോൾ അവൻ, അതായത് ഈസാ അലൈഹിസ്സലാം, നേരെ മേൽത്തായത്ത് പറഞ്ഞതാണല്ലോ, ഈസയാണോ അല്ലെങ്കിൽ ഞങ്ങളുടെ ആരാധ്യനാണോ ഖൈറായവൻ, ഉത്തമമായവൻ. മാ ലറബൂഹു ലക, അവർ ഇതൊക്കെ നിന്നോട് പറയുന്നത് ഇല്ലാ ജദലം, ഒരു തർക്കം എന്ന നിലക്ക് മാത്രമാകുന്നു. ബൽഹും, തന്നെയുമല്ല അവർ, ഖൗമുൻ, ഒരു ജനതയാകുന്നു, ഖസിമൂൻ, തർക്കശീലന്മാരായ ഒരു ജനത, അല്ലെങ്കിൽ കുതർക്കികളായ ഒരു ജനതയാകുന്നു അവർ. ഈ ആയത്തിൽ അള്ളാഹു എന്നൂടെ പറയുകയാണ്. അപ്പോൾ അവരുടെ ചോദ്യമാണ്, അവരുടെ ചോദ്യത്തിൻ്റെ ബാക്കിയാണ് ഈ ഇതിൽ പറയുന്നത്. 58-ാം ആയത്തിൽ
എന്താ ചോദിച്ചത്? ഞങ്ങൾ ആരാധിക്കുന്ന ഈ ആരാധ്യ വസ്തുക്കൾ, അവർ ചോദിക്കുന്നതാ ആലിഹത്തുന ഖൈറുൻ അം ഹുവ, ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളായ അല്ലെങ്കിൽ ഞങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവർ, അതായത് മലക്കുകളാണ്, ആ മലക്കുകളാണോ ഉത്തമം അതല്ലെങ്കിൽ ഈസയാണോ? ആരാണ്? മുഹമ്മദിനോടുള്ള ചോദ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ, പ്രവാചകനോടുള്ള ചോദ്യ. പറയൂ മുഹമ്മദേ, ഞങ്ങൾ ആരാധിക്കുന്ന മലക്കുകളാണോ ഉത്തമം ഖൈറായിട്ടുള്ളത്, അല്ലെങ്കിൽ ഈസാ നബി അലൈഹിസ്സലാം, ക്രിസ്ത്യാനികൾ ആരാധിക്കുന്ന ഈസാ അലൈഹിസ്സലാം, അല്ലെ ഈസ അവൽക്ക് അലൈഹിസ്സലാം ഒന്നുമില്ല, ഈസയാണോ ഉത്തമൻ? നീ പറയും. അല്ലാത്തൊരു ചോദ്യമാണല്ലത്. മലക്കുകൾ മോശമാണെന്ന് പറയാൻ പറ്റുമോ? ഈസാ നബി മോശമാണെന്ന് പറയാൻ പറ്റുമോ? ഈസായാണ് മോശം, മലക്കുകളാണ് ഉത്തമം എന്ന് പറയേണ്ടി വരില്ലേ? ഇതാണല്ലോ അവർ, കുതർക്കമാണ്. അങ്ങനെയാണ് ചില ആൾക്കാർ തർക്കിക്കാൻ വേണ്ടി തർക്കിച്ച് സത്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ദുശക്തികൾ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതിനുവേണ്ടി കുതർക്കം പഠിച്ചവരുണ്ട്, തർക്കശാസ്ത്രം പഠിച്ചവരുണ്ട്, ഇന്നുമുണ്ട്. മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാരെന്ന് പറയുന്നവർ കുതർക്കം ഉന്നയിക്കുന്നതിന് വേണ്ടി മാത്രം തർക്കശാസ്ത്രം പഠിച്ചിട്ട് അതിൽ അവഗാഹം നേടിയിട്ട് വരാറുണ്ട് തർക്കിച്ച് ജയിക്കാൻ. അതുകൊണ്ട് സത്യം സത്യമാവില്ലല്ലോ, അസത്യം അസത്യമാവാതിരിക്കില്ലല്ലോ. കുതർക്കികൾ എന്തോ ഒന്ന് പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും വിജയബേരി മുഴക്കി, അതുകൊണ്ട് സത്യം സത്യമല്ലാതാവോ? അസത്യം അസത്യമല്ലാതെയാവോ? ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇത് എക്കാലത്തുണ്ടായ സംഗതിയാണ്. അവർ ചോദിച്ച ചോദ്യ, ഉത്തരം മുട്ടിക്കുന്ന ചോദ്യ. ആര്? മലക്കുകളാണോ, ഞങ്ങൾ ആരാധിക്കുന്ന മലക്കുകളാണോ ഉത്തമം, അതല്ല ക്രിസ്ത്യാനികൾ ആരാധിക്കുന്ന ഈസയാണോ ഉത്തമം? ഇതൊക്കെ അവർ പറയുന്നത് എന്തിനാ? മാവറബുഹുലക്ക ഇല്ല ജലജല, നിന്നോട് ഒരു തർക്കമായിട്ടല്ലാതെ അവരിതിനെ ആക്കുന്നില്ല അവരുടെ സംസാരത്തെ. ബലവും കൗമും ഹസിമൂൻ, കുതർക്കികളായ തർക്കശീലരായ ഒരു ജനത മാത്രമാകുന്നു അവർ. അള്ളാഹുവിൻ്റെ മറുപടി ഉണ്ട് കേട്ടോ. അടുത്ത ആയത്തിൽ അള്ളാഹുവിൻ്റെ മറുപടി ഉണ്ട്. ഈ 57, 58 ആയത്തിൽ അവരുടെ ചോദ്യമാണ് അള്ളാഹു, അവരുടെ തർക്കമാണ് അള്ളാഹു എടുത്ത് ഉദ്ധരിച്ചത്. മറുപടി അള്ളാഹു 59 ആയത്തിൽ പറയുന്നുണ്ട്. നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. അവരുടെ തർക്കമാണ് 57, 58 ആയത്തുകളിലൂടെ അള്ളാഹു എടുത്ത് ഉദ്ധരിച്ചത്. 59 ആയത്തിൽ അള്ളാഹു അതിന് മറുപടിയും പറയുകയാണ്. ഇൻ ഹുവ ഇല്ലാ അബ്ദുൻ അൻഅംനാ അലൈഹി വജഅൽനാഹു മസലൻ ലിബനീ ഇസ്രായീൽ. അള്ളാഹു പറയാ, ഇൻ ഹുവ, അദ്ദേഹം അല്ലാതെയല്ല, അതായത് അദ്ദേഹം, ഇല്ലാ അബ്ദുൻ, ഒരടിമയല്ലാതെ മറ്റാരുമല്ല. ആര്? ഈസാ അലൈഹിസ്സലാം ഒരടിമയല്ലാതെ മറ്റാരുമല്ല. അൻഅംന, നമ്മൾ അനുഗ്രഹം നൽകി, അലൈഹി, അദ്ദേഹത്തിന് നമ്മൾ അനുഗ്രഹം നൽകി. അതുപോലെ വജഅൽനാഹു, അദ്ദേഹത്തെ നാം ആക്കുകയും അല്ലെങ്കിൽ നിശ്ചയിക്കുകയും ചെയ്തു. മസലൻ, ഒരു മാതൃകയായി നിശ്ചയിക്കുകയും ചെയ്തു. ലി ബനി ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികൾക്ക് അല്ലെങ്കിൽ ബനു ഇസ്രായേലിയർക്ക് മാതൃകയായി ഈസയെ അലൈഹിസ്സലാമിനെ നാം നിശ്ചയിക്കുകയും ചെയ്തു. അള്ളാഹു ഉറപ്പെടുത്തുകയാണ്. ഇദ്ദേഹം, നിങ്ങൾ പറയുന്ന ഈസ ഉണ്ടല്ലോ, നിങ്ങൾ വലിയ തർക്കം ഉന്നയിക്കുന്ന ഈസ അലൈഹിസ്സലാം, അള്ളാഹുവിൻ്റെ പ്രവാചകനായ ഈസാ മസീഹ്, ആ ഈസ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ഒരു അടിമ മാത്രമാകുന്നു. നിങ്ങൾ പറയുന്നത് പോലെ അള്ളാഹുവിൻ്റെ ശരീക്കല്ല, അള്ളാഹുവിൻ്റെ പുത്രനല്ല, ആരാധിക്കപ്പെടേണ്ടവനല്ല, അള്ളാഹുവിൻ്റെ ഒരു അടിമ മാത്രമാകുന്നു ഈസ അലൈഹിസ്സലാം. ആ ഈസ അലൈഹിസ്സലാമിന് നമ്മൾ അനുഗ്രഹം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈസാ അലൈഹിസ്സലാമിനെ ബനു ഇസ്രായേൽക്ക് അല്ലെങ്കിൽ ഇസ്രായേൽ സന്തതികൾക്ക് നാം ഒരു മാതൃകയാക്കി വെച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്ത പ്രവാചകൻ, ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുത്ത പ്രവാചകൻ, അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് ക്ഷണിച്ചിട്ടുള്ള പ്രവാചകൻ, ഒരുപാട് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന പ്രവാചകൻ. അങ്ങനെയുള്ള ഒരു പ്രവാചകൻ, ആ പ്രവാചകന് നമ്മൾ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പ്രവാചകനാണ് ഈസാ അലൈഹിസ്സലാം. അതുകൊണ്ട് നിങ്ങൾ ഈസാ നബി അലൈഹിസ്സലാമിനെ നരകത്തിലാക്കാനൊന്നും പോകണ്ട. ഈസാ നബി അലൈഹിസ്സലാം ഒട്ടും നരകത്തിലുമല്ല. കാരണം നമ്മൾ അനുഗ്രഹിച്ച വിഭാഗത്തിലാണ് ആ പ്രവാചകനുള്ളത്. കാരണം സൂറത്ത് അംബിയാ 101 ആയത്ത് പറയുന്നുണ്ടല്ലോ, ഇന്നല്ലദീന സബഖത് ലഹും മിനൽ ഹുസ്ന ഉലൈക അൻഹാ മുബഅദുൻ. നമ്മുടെ അനുഗ്രഹങ്ങൾ, നമ്മളിൽ നിന്നുള്ള പുണ്യം നേരത്തെ തന്നെ വന്ന് ലഭിച്ചിട്ടുള്ളവർ, അവരൊക്കെ ആ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്നവരാണ്. അതുകൊണ്ട് ഈസ നരകത്തിലല്ല എന്നുള്ള മറുപടി അവർക്ക് കൊടുക്കുന്നത്. തുടർന്ന് അല്ലാഹ് പറയുന്നുണ്ട് 60 ആയത്ത്, ആയത്ത് 60, വലൗ നശാഉ ലജഅൽനാ മിൻകും മലായികതൻ ഫിൽ അർളി യഖ്ലുഫൂൻ. വലൗ നശാഉ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലജഅൽന, നമ്മൾ ആക്കുമായിരുന്നു അല്ലെങ്കിൽ ഉണ്ടാക്കുമായിരുന്നു, ഏർപ്പെടുത്തുമായിരുന്നു, മിങ്കും, നിങ്ങളിൽ നിന്ന് നമ്മൾ ഏർപ്പെടുത്തും അല്ലെങ്കിൽ ഉണ്ടാക്കും, മലായികത്തൻ, മലക്കുകളെ നമ്മൾ ഉണ്ടാക്കും, ഫിൽ അർളി, ഭൂമിയിലെ, യഖ്ലുഫൂൻ, അവർക്ക് പിൻഗാമികളായി വരത്തക്ക വിധത്തിൽ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള മലക്കുകളെ നമ്മൾ ഉണ്ടാക്കുമായിരുന്നു. ഈ മലക്കുകൾ ഇവർക്ക് പിൻഗാമികളാവുക. അതായത് ഇവർ പറഞ്ഞല്ലോ, ഇവർ ചോദിച്ചല്ലോ, ഈ മുഹമ്മദ് ഒരു പ്രവാചകനാണെങ്കിൽ അവൻ്റെ കൂടെ മലക്കുകൾ വരണ്ടേ?
മലക്കുകൾ അവൻ്റെ കൂടെ നടക്കുന്നത് ഞങ്ങൾ കാണണ്ടേ? ഇവനൊക്കെ നാട്ടിൽ അപ്രശസ്തനായ ആളല്ലേ? അവന് പ്രശസ്തനും ഈ റിസാലത്തിൻ്റെ അല്ലെങ്കിൽ ഈ വിശുദ്ധ ഖുർആൻ എന്ന വേദഗ്രന്ഥം ലഭിച്ച് പ്രവാചകനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ചിഹ്നം എന്ന നിലക്ക്, അടയാളം എന്ന നിലയ്ക്ക് മലക്കുകളൊക്കെ അവൻ്റെ കൂടെ ഇങ്ങനെ ഇടത്തും വലത്തുമായിട്ടൊക്കെ ഇങ്ങനെ നടക്കണ്ടല്ലേ? അങ്ങനെയല്ലേ വലിയ വലിയ ആൾക്കാരൊക്കെ? അങ്ങനെയാണല്ലോ ഇന്നും പലരും അങ്ങനെയാണല്ലോ. ഞങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. അതുകൊണ്ട് ഒരു ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ ചുറ്റുഭാഗത്തു നിന്ന് ജനങ്ങൾ ആനയിച്ചു കൊണ്ടുപോകണം, അല്ലേ? അങ്ങനെയാണ്, ആനയിച്ചു കൊണ്ടുപോകണം. പാട്ടുപാടി, ബെയ്ത്തുപാടി, ചെണ്ടമുട്ടി അല്ലെങ്കിൽ ദഫുമുട്ടി ആനയിച്ചു കൊണ്ടുപോകണം. അങ്ങനെയല്ലേ വേണ്ടത്? വലിയ വലിയ ആൾക്കാരൊക്കെ അങ്ങനെയല്ലേ? ഇവർ ചോദിച്ചിട്ടല്ലോ. അപ്പം അതിനുള്ളതിൻ്റെ മറുപടിയാ, നമ്മൾ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ മാത്രമല്ല, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളുടെ മക്കളായി നിങ്ങളിൽ നിന്ന് ജനിക്കുന്ന മലക്കുകളെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുമായിരുന്നു. പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല. അള്ളാഹുവായി എനിക്കത് കഴിയില്ല എന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട. പക്ഷേ അത് ഞാൻ നടപടിക്രമമായി സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അതിവിടെ സംഭവിക്കുന്നില്ല, ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹുവിൻ്റെ കഴിവിനെ നിങ്ങളാരും തന്നെ അവമതിച്ച് കാണണ്ട എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ചോദിക്കാറുണ്ട് പലരും ചോദിക്കാറുണ്ട്, അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടതെങ്കിൽ, അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു തേടാൻ പാടുള്ളെങ്കിൽ നിങ്ങളെന്തേ വിളിച്ചു തേടിയിട്ട് ഉത്തരം കിട്ടാത്തത്? ബാബരി മസ്ജിദ് പൊളിഞ്ഞില്ലേ? പൊളിഞ്ഞ സമയത്ത് അള്ളാഹിനോട് തേടിയിട്ട് അള്ള കാത്തോ? അള്ള പിടിച്ചു വെച്ചോ? അള്ളാഹു ബാബരി മസ്ജിദിനെ കാത്തു രക്ഷിച്ചോ? എന്നൊക്കെയുള്ള ചോദ്യശരങ്ങൾ ഉന്നയിക്കാറുണ്ട്. മഴതല്ല, അള്ളാഹുത്തെ നടപടിക്രമം ഈ ദുനിയാവിൽ വെച്ചിട്ടുണ്ട്. ഇന്ന രൂപത്തിലൊക്കെ ഇന്ന കാര്യങ്ങളൊക്കെ നടന്നാൽ ഇന്നതൊക്കെ സംഭവിക്കും എന്നൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. അത് സംഭവിക്കും. അതിൻ്റെ അർത്ഥം അള്ളാഹ്ക്ക് അതല്ലാത്തത് ചെയ്യാൻ കഴിയില്ല എന്നല്ല, പക്ഷെ അള്ളാഹുവിടെ ദുനിയാവിൽ ചെയ്യില്ല. അതൊക്കെ മനുഷ്യർക്ക് വിട്ടു തന്നിരിക്കുന്ന കാര്യങ്ങളാണ് എന്ന് മാത്രമേ ഉള്ളൂ. അതല്ല പറയുന്നത്, അള്ളാഹ്ക്ക് അത് കഴിയും, പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. 61-ാമത്തെ ആയത്ത്, وَإِنَّهُ لَعِلْمٌ لِلسَّاعَةِ فَلَا تَمْتَرُنَّ بِهَا وَاتَّبِعُونِ هَذَا صِرَاطٌ مُسْتَقِيمٌ. തുടർന്ന് അള്ളാഹ് പറയുക, വഇന്നഹു തീർച്ചയായും അദ്ദേഹം, അതായത് ഈസാ അലൈഹിസ്സലാം, ലഇൽമുൻ ഒരറിയിപ്പ് തന്നെയാണ്, അല്ലെങ്കിൽ അറിവ് തന്നെയാണ്, അല്ലെങ്കിൽ അടയാളമാണ്. അങ്ങനെയും ഇൽമ് അലമ് രണ്ട് രൂപത്തിൽ പാരായണമുണ്ടെന്നാണ്. ഒരടയാളം തന്നെയാകുന്നു, അല്ലെങ്കിൽ ഒരറിയിപ്പ് തന്നെയാകുന്നു. ലിസ്സാഅത്തി അന്ത്യദിനത്തിൻ്റെ അറിവാകുന്നു, അല്ലെങ്കിൽ അറിയിപ്പാകുന്നു ഈസാ നബി അലൈഹിസ്സലാം. ഫലാ തംതറുന്ന നിങ്ങൾ സംശയിക്കേണ്ടതില്ല, ബിഹ അതിനെപ്പറ്റി നിങ്ങൾ സംശയിക്കേണ്ട, അന്ത്യദിനത്തെപ്പറ്റി നിങ്ങൾ സംശയിക്കേണ്ട. വത്തബിഊൻ എന്നെ നിങ്ങൾ പിന്തുടരുക. ഹാദാ ഇത് സിറാത്തുൻ പാതയാകുന്നു, മുസ്തഖീം നേരെയുള്ള പാത. ഇത് സിറാത്തുൻ മുസ്തഖീമാണ്, നേരെയുള്ള പാതയാണ്. വല്ല പറയുക എന്ത്? അദ്ദേഹം ഈസാ നബി അലൈഹിസ്സലാം അന്ത്യദിനത്തിൻ്റെ ഒരു അറിയിപ്പാകുന്നു എന്ന് പറഞ്ഞാൽ, ഈസാ നബി അലൈഹിസ്സലാം അന്ത്യദിനത്തിൻ്റെ ഖിയാമത്ത് നാളിൻ്റെ മുന്നോടിയായി ഈ ഭൂമിയിലേക്ക് തന്നെ വീണ്ടും വരും. ഈസാ നബി അലൈഹിസ്സലാം തിരിച്ചു വരും ഭൂമിയിലേക്ക്. അള്ളാഹു നിശ്ചയിച്ചിടത്ത് വാനലോകത്ത് എവിടെയോ ജീവിച്ചു കൊണ്ടിരിക്കുന്നു ഈസാ നബി അലൈഹിസ്സലാം എന്നാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസം. ആ വിഷയത്തിൽ ഒട്ടേറെ ഹദീസുകളുമുണ്ട്. ആ ഈസാ നബി അലൈഹിസ്സലാം വാനലോകത്ത് നിന്ന് ഇറങ്ങി വരും മസ്ജിദുൽ അഖ്സയുടെ അടുക്കൽ, അതിൻ്റെ തൊട്ട പരിസര പ്രദേശത്തായിട്ട് ഇറങ്ങി വരുമെന്ന ഹദീസിൽ കാണാൻ കഴിയുന്നത്. സുബഹിൻ്റെ സമയത്തായിരിക്കും ആ പള്ളിയുടെ അടുക്കൽ എത്തുക എന്ന. അവിടുത്തെ ഇമാം സുബഹി നമസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കുമെന്ന്. ആ സമയത്താണ് ഈസാ നബി അലൈഹി സ്വലാം അവിടെ എത്തുന്നത്. ഈസാ അലൈഹിസ്സലാമിനെ കാണുമ്പോൾ ഇമാമ് പിന്നോട്ട് മാറും. ഈസാ നബി അലൈഹിസ്സലാമിനെ ഇമാമാക്കി നിർത്താൻ വേണ്ടി ആ ഇമാമ് പിന്നോട്ട് മാറുമെന്നും, ഈസാ അലൈഹിസ്സലാം ആ സമയത്ത് അദ്ദേഹത്തോട് തന്നെ മുമ്പിലോട്ട് കയറി നിൽക്കാൻ, ആ ഇമാമിനോട് തന്നെ മുമ്പിൽ നിന്ന് നമസ്കാരം പൂർത്തിയാക്കാൻ ആവശ്യപ്പെടുമെന്നും, ഈസാ അലൈഹിസ്സലാം ആ ഇമാമിൻ്റെ കീഴിലായിട്ട് പിന്നിൽ നിന്നുകൊണ്ട് ആ നമസ്കാരത്തിൽ പങ്കെടുക്കുമെന്നും, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തനുസരിച്ച് നമസ്കാരവും മറ്റു കാര്യങ്ങളും ഒക്കെ അവിടെ നടപ്പിൽ വരുത്തുമെന്നും ഒക്കെയുള്ള ഹദീസുകൾ ധാരാളമായിട്ട് എല്ലാ മുഹദ്ദിസുകളും ഉദ്ധരിച്ചിട്ടുണ്ട്. ആ സംഭവത്തെയാണ് സൂചിപ്പിക്കുന്നത്. അന്ത്യദിനത്തിൻ്റെ അടയാളമാകുന്നു ഈസാ അലൈഹിസ്സലാം അഥവാ ഈസാ അലൈഹിസ്സലാമിൻ്റെ വരവ്. അതിൽ നിങ്ങൾ ഒട്ടും തന്നെ സംശയിക്കേണ്ടതില്ല. നിങ്ങൾ എന്നെ പിന്തുടരുക, ഇതാവുന്നു ശരിയായ പാത എന്നുകൂടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹു ആവശ്യപ്പെടുകയാണ്. 62-ാമത്തെ ആയത്ത്, വലാ യസുദ്ദന്നകുമുശ് ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. വലാ യസുദ്ദന്നകും ആകയാൽ നിങ്ങളെ തടയാതിരിക്കട്ടെ. യസുദ്ദ് പറഞ്ഞാൽ തടയുക, സ്വദ്ദ തടഞ്ഞു, ലാ യസുദ്ദന്ന തടയരുത്, ഒരിക്കലും തടയരുത്. ഇന്ന എന്നുള്ളത് തൗക്കീദിൻ്റെതാണ്. ഒരിക്കലും തടയരുത് കും നിങ്ങളെ, അശൈത്വാനു ശൈത്താൻ അഥവാ പിശാച് നിങ്ങളെ തടയരുത്, തടയാതിരിക്കട്ടെ.
ഇന്നഹു തീർച്ചയായും അവൻ ലക്കും നിങ്ങൾക്ക് അദുവ്വൻ ശത്രുവാണ് മുബീൻ വ്യക്തമായ. ഓർമ്മപ്പെടുത്തുന്ന എന്താ? തൊട്ട് മേലത്തായത്തിൽ പറഞ്ഞില്ലേ, നിങ്ങളെല്ലാവരും എന്നെ അനുസരിക്കുക, എന്നെ പിന്തുടരുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുക, ആ പ്രവാചകൻ പഠിപ്പിച്ചു തരുന്ന കാര്യം അനുസരിച്ച് ജീവിക്കുക, ആ പ്രവാചകൻ വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കുക, എന്നിട്ട് ആ പ്രവാചകനെ പിന്തുടർന്നുകൊണ്ട് നിങ്ങൾ ജീവിക്കുക. അതാണെന്ത്? നേരെ ചൊവ്വയുള്ള പാത. മറ്റു പാതകളൊക്കെ അതൊക്കെ വക്രതയുള്ള വളഞ്ഞ പാതകളാണ്. അതെല്ലാം നരകത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. സ്വർഗത്തിലേക്കുള്ള പാത ഒന്ന് മാത്രം, സത്യത്തിൻ്റെ പാത ഒന്ന് മാത്രം, തൗഹീദിൻ്റെ പാത ഒന്ന് മാത്രം, തൗഹീദിൻ്റെ കക്ഷി ഒന്ന് മാത്രം. ബാക്കിയുള്ളതെല്ലാം നരകത്തിൻ്റെ ശിർക്കിൻ്റെ കക്ഷികളാണ്, അധർമ്മത്തിൻ്റെ ശക്തികളാണ്. അതുകൊണ്ട് അതിലൊന്നും നിങ്ങൾ പോകണ്ട. നിങ്ങൾ ഈ സ്നേഹമാർഗം, ഈ സത്യമാർഗം, എൻ്റെ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൻ്റെ ഈ മാർഗം, അത് നിങ്ങൾ സ്വീകരിക്കുക, പിന്തുടരുക. അതുകൊണ്ട് വലാ യസുദ്ദന്നകും ശൈത്താൻ, പിശാച് അതിൽ നിന്ന് നിങ്ങളെ തടയാതിരിക്കട്ടെ. ഇന്ന് കാണുന്നത് അതാ. സത്യത്തിൻ്റെ പാതയിലേക്ക് വരുന്നവർ വളരെ കുറവാണ്. സത്യപാതയിൽ ജനിച്ചവർ പോലും സത്യത്തിൻ്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ദുഃഖകരമായ സാഹചര്യം, അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ പിശാച് പിന്തിരിപ്പിക്കാതിരിക്കട്ടെ, തടയാതിരിക്കട്ടെ. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. എന്താ പറഞ്ഞത്? വ്യക്തമായ ശത്രുവാണ് അവൻ നിങ്ങൾക്ക്. നിങ്ങളുടെ പൂർവ്വപിതാവിനെ ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിട്ടവനാണ് അവൻ. ആദം നബി അലൈഹിസ്സലാമിൻ്റെ നഗ്നത വെളിപ്പെടുത്തിയവനാണ് അവൻ. അവിടെ നിന്ന് വരുമ്പോൾ അള്ളാഹു നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ പിശാചിൻ്റെ പാത നിങ്ങൾ സ്വീകരിക്കരുത് എന്ന്, അവനെ പിന്തുടരരുത്, അവൻ അംഗീകരിക്കരുത് എന്ന്, എൻ്റെ മാർഗം നിങ്ങൾ സ്വീകരിക്കണമെന്ന്, അതെല്ലാം അള്ളാഹു നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതറിയിക്കാൻ വേണ്ടി ലക്ഷത്തിലേറെ പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ സന്ദേശങ്ങളൊക്കെയും അള്ളാഹു സമൂഹത്തിന് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അന്തിമ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചു. ഇസ്ലാം പൂർത്തീകരിച്ചു കൊടുത്തു. ആ സത്യസന്ദേശം ലോകർക്ക് കൈമാറി. വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും ഇതൊക്കെ നിങ്ങളുടെ മുമ്പിലുണ്ട്, എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി ആ സത്യത്തിൻ്റെ പാതയിൽ നിന്ന് പിശാച് നിങ്ങളെ പിന്തിരിപ്പിക്കാതിരുന്നു കൊള്ളട്ടെ, തടയാതിരുന്നു കൊള്ളട്ടെ. അവൻ ശത്രുവാണെന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം. മനസ്സിൽ പല വസ്വാസുകളും അവനുണ്ടാക്കും, പല കുതർക്കങ്ങളും അവൻ ഉന്നയിക്കും. അള്ളാഹുവിൻ്റെ ദീനിനെ വികലമായിട്ട് അവൻ ചിത്രീകരിക്കും. പല തെറ്റുകളെയും നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും. അതുകൊണ്ട് നിങ്ങൾ കരുതിയിരിക്കുക, പിശാചിൻ്റെ പാതയിൽ നിങ്ങൾ പെട്ടുപോകരുത്, അവനെ സൂക്ഷിച്ചു കൊള്ളുക എന്നാണ് അള്ളാഹു 62-ാമത്തെ ആയത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അവൻ്റെ ഷെറിൽ നിന്ന്, ആ പിശാചിൻ്റെ ഷെറിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.